ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന ട്രാൻസ്ഫർ ജാലകത്തിൽ മോഹൻ ബഗാന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനം MBFT കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. അതായത് തങ്ങളുടെ മധ്യനിരയിലെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ താരത്തെ മോഹൻ ബഗാൻ ഒഴിവാക്കും എന്നുള്ള കാര്യം MBFT സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം അനിരുദ്ധ് താപ്പ, അപ്പൂയ ഈ രണ്ട് താരങ്ങളെ നിലനിർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. അപ്പോൾ പ്രധാനപ്പെട്ട ആ ഇന്ത്യൻ മധ്യനിര താരം ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. സഹൽ അബ്ദുസമദിന് മോഹൻ ബഗാനിലെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ഒരു സംശയമാണ് അവിടെ ഉയരുന്നത്. കാരണം സഹലിന് വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സഹലിനെ കൈവിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്. സഹൽ ക്ലബ്ബ് വിട്ട് പുറത്തു പോകാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി MBFT സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് മധ്യനിരയിലേക്ക് ഒരു മികച്ച ഇന്ത്യൻ ടാലന്റിനെ മോഹൻ ബഗാൻ കൊണ്ടുവരും എന്നുള്ളത് അവർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല പ്രതിഭയുള്ള ഒരു ഇന്ത്യൻ സൂപ്പർ താരത്തെ, യുവ സൂപ്പർ താരത്തെ മോഹൻ ബഗാൻ കൊണ്ടുവരും എന്നാണ് MBFT സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിനകത്ത് രണ്ട് യുവ പ്രതിഭകൾ ഉണ്ട് മധ്യനിരയിൽ കളിക്കുന്ന. എബിൻ ദാസ്, വിപിൻ മോഹനൻ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ. ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മോഹൻ ബഗാൻ കൊണ്ടുപോകുമോ എന്ന ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, വിപിനെ സ്വന്തമാക്കാൻ വേണ്ടി നേരത്തെ മോഹൻ ബഗാൻ ശ്രമിച്ചിരുന്നു. മോഹൻ ബഗാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ് വിപിൻ. അദ്ദേഹത്തെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സുമായി വിപിന് 2029 വരെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൈവിട്ടാൽ മാത്രമേ വിപിൻ മോഹൻ ബഗാനിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ എബിൻ ദാസിന്റെ കാര്യം അങ്ങനെയല്ല. ഈ സീസണോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പുതുക്കിയിട്ടില്ല. അതായത് ഈ മാസത്തോടു കൂടി അദ്ദേഹം ഫ്രീ ഏജന്റ് ആകും. ഈ മാസം അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹം ഫ്രീ ഏജന്റ് ആകും. പിന്നീട് ഇഷ്ടമുള്ള ക്ലബിലേക്ക് പോകാൻ എബിൻ ദാസിന് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോഹൻ ബഗാൻ കൊത്തിക്കൊണ്ടുപോകുമോ എന്ന ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനു മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കേണ്ടതുണ്ട്. ഏതായാലും മോഹൻ ബഗാൻ ഏതെങ്കിലും ഒരു താരത്തെ കണ്ടുവച്ചാൽ അവരെ മിക്കവാറും സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കാറുണ്ട്. ഇനിയിപ്പോ വിപിനോ അതല്ലെങ്കിൽ എബിനോ ആണോ മോഹൻ ബഗാന്റെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും മധ്യനിരയിലേക്ക് ഒരു ഭാവി വാഗ്ദാനത്തെ എത്തിക്കാൻ മോഹൻ ബഗാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് MBFT സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.